മലപ്പുറം ജില്ലയിൽ ബി.ജെ.പിയുടെ വളർച്ച തുറന്ന് സമ്മതിക്കുകയാണ് CPM. ജില്ലാ സമ്മേളനത്തിലെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് ബി.ജെ.പിയുടെ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ച പോലും. ബി.ജെ.പിയുടെ വളർച്ച അതീവ ഗൗരവത്തിലാണ് കാണുന്നതെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. ജനുവരി 1, 2, 3 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുന്നു. ശിവദാസ്, കൂടുതൽ വിവരങ്ങൾ. മലപ്പുറം CPM-ന്റെ ജില്ലാ സമ്മേളനം ജനുവരി 1, 2, 3 തീയതികളിൽ താനൂരിലാണ് നടക്കുക. ഈ ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട മലപ്പുറം ജില്ലയിൽ ബി.ജെ.പിയുടെ വളർച്ച തന്നെയാണ്. സംസ്ഥാനത്ത് ഉടനീളം അത്തരത്തിൽ ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള ഒരു വളർച്ചയുണ്ടായി. ഇത് ഗൗരവത്തോടെ കാണണം. ഇത് തടയാനുള്ള ശ്രമങ്ങൾ വേണം പാർട്ടി എടുക്കേണ്ടത് എന്നാണ് പ്രധാനമായും CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും എല്ലാം പറയുന്നത്. അത്തരത്തിൽ മലപ്പുറം ജില്ലയിലും ബി.ജെ.പിക്ക് വലിയ രീതിയിൽ തന്നെ വളർച്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിച്ചു. ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇത് സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തടയിടുക എന്നൊരു ലക്ഷ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറയുന്നത്. ഈ വരുന്ന ജില്ലാ സമ്മേളനത്തിൽ ബി.ജെ.പിയുടെ വളർച്ച ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ ചർച്ച ചെയ്യാനാണ് തീരുമാനം. അണികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട്. കാരണം LDF-ന്റെ വോട്ടുകൾ അടക്കം ബി.ജെ.പിയിലേക്ക് ചോരുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF-ൽ നിന്നും വോട്ടുകൾ കൂടുതലായി പോകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ LDF-ൽ നിന്നാണ് CPM-ൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നത് എന്നാണ് ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടക്കം ഉണ്ടായ ഒരു വിലയിരുത്തൽ. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ ഈ ഒരു വിഷയം ബി.ജെ.പിയുടെ ഒരു വളർച്ച ഒരു പ്രധാന ചർച്ചയായി എടുക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയിൽ ഒന്നായി എടുക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അജണ്ടയായി വരുന്നുണ്ട്. അതായത് സ്വതന്ത്രരെ പരീക്ഷിക്കുന്ന കാര്യമടക്കം ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കാരണം PV അൻവർ പാർട്ടിക്ക് എതിരായി വിമർശനങ്ങൾ ഉന്നയിച്ചാണ് ഈ പുറത്തുപോയത്, LDF-ൽ നിന്നും പുറത്തുപോയത്. അതോടൊപ്പം തന്നെ KT ജലീലുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം, അദ്ദേഹം മന്ത്രിസ്ഥാനം വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ വിഷയം മലപ്പുറം ജില്ലയിൽ LDF-നെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്, CPM-നെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതും ഈ ഒരു ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. ശരി ശിവദാസ്.